എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളെ നടക്കാനിരിക്കുന്ന ഫയർമാൻ പരീക്ഷയ്ക്ക് മുൻപായി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ ഒരു ക്ലാസ് ആണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി. കേരളത്തിലെ നിലവിലെ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി. വി ഡി സതീശൻ്റെ മണ്ഡലം പറവൂർ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റ് വകുപ്പുകൾ ധനകാര്യം, തുറമുഖം, പൊതുഭരണം, സയൻസ് ആൻഡ് ടെക്നോളജി. 16ാം കേരള നിയമസഭയുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16ാം കേരള നിയമസഭയുടെ സ്പീക്കർ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം കോട്ടയം. 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനാണ് 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ. മണ്ഡലം അരൂർ. 16ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കർ ആരാണ്? ജി സുധാകരനാണ് 16ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കർ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം അമ്പലപ്പുഴ. 2026 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? വി എസ് അച്യുതാനന്ദൻ, കെ ടി തോമസ്, പി നാരായണൻ. വി എസ് അച്യുതാനന്ദന് മരണാനന്തരവും കെ ടി തോമസിന് പൊതുപ്രവർത്തനത്തിനും പി നാരായണന് സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലുമാണ് 2026 പത്മവിഭൂഷൺ പുരസ്കാരം ഇവർക്ക് ലഭിച്ചത്. 2026 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ: വെള്ളാപ്പള്ളി നടേശൻ, മമ്മൂട്ടി. വെള്ളാപ്പള്ളി നടേശന് പൊതുപ്രവർത്തനത്തിനും മമ്മൂട്ടിക്ക് കലയ്ക്കുമാണ് 2026 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 2026 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? എ ഇ മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കയിൽ ദേവകിയമ്മ. എ ഇ മുത്തുനായകത്തിന് ശാസ്ത്രത്തിനും കലാമണ്ഡലം വിമല മേനോന് മോഹിനിയാട്ടത്തിനും കൊല്ലക്കയിൽ ദേവകിയമ്മയ്ക്ക് പരിസ്ഥിതി പ്രവർത്തനത്തിനുമാണ് 2026 പത്മശ്രീ പുരസ്കാരങ്ങൾ ലഭിച്ചത്. നിലവിലെ കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് നിലവിലെ കേരള ഗവർണർ. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗ്രാസ മാർഷലിനാണ് 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. 2025 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയത് ആരാണ്? സുപ്രിയ സാഹുവിനാണ് 2025 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത്. 2025 UN യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയത് ആരാണ്? ജിനാലി മോദിയാണ് 2025 UN യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹയായത്. 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായ മലയാള നടൻ ആരാണ്? മോഹൻലാലാണ് 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായ മലയാള നടൻ. 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായത് ആരാണ്? മിഥുൻ ചക്രവർത്തിയാണ് 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായത്. 2023 31ാമത് JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഷാജി എൻ കരുണാണ് 2023 31ാമത് JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത്. 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? നടി ശാരദയാണ് 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് 12th ഫെയിലാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത്? ഉള്ളൊഴുക്കാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്?
ഷാറൂഖ് ഖാൻ, വിക്രാന്ത് മാസി. ഷാറൂഖ് ഖാനെയും വിക്രാന്ത് മാസിയെയുമാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത്. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ഏത്? മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് ആണ് 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത്. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? മമ്മൂട്ടി. മമ്മൂട്ടിയെയാണ് 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത്. 2025 ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാണ്? EP രാജഗോപാൽ. EP രാജഗോപാലിന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് 2025 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2025 49ാമത് വയലാർ അവാർഡ് ജേതാവ് E സന്തോഷ് കുമാർ. E സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് 2025 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത്. 2026 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? M മുകുന്ദൻ. M മുകുന്ദനാണ് 2026 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. 2026 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സേതു. A സേതുമാധവനാണ് 2026 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്താണ് ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് BR ഗവായ്. BR ഗവായി ആണ് 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൗമൻ സെൻ. ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് ഇപ്പോഴത്തെ RBI ഗവർണർ. ഇന്ത്യയുടെ 13ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ. രാജ്കുമാർ ഗോയലാണ് ഇന്ത്യയുടെ 13ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ആര്? ഡോക്ടർ A കൗശികൻ. ഡോക്ടർ A കൗശികനാണ് കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത്. കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു. ജാജു ബാബു ആണ് കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ. കേരളത്തിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T അസഫ് അലി. T അസഫ് അലിയാണ് കേരളത്തിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറി A ജയതിലക്. A ജയതിലകാണ് കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറി. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ജ്ഞാനേഷ് കുമാറാണ് ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ. നീതി ആയോഗിന്റെ താൽക്കാലിക CEO ആയി ചുമതലയേറ്റത് നിധി ചിബ്ബർ. നിധി ചിബ്ബറാണ് നീതി ആയോഗിന്റെ താൽക്കാലിക CEO ആയി ചുമതലയേറ്റത്. 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയാണ് 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? വിജയ് കിഷോർ രഹത്കർ. വിജയ് കിഷോർ രഹത്കറാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി ആരാണ്? PR രമേശ്. PR രമേശാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി. ഇന്ത്യയുടെ നിലവിലെ CAG സഞ്ജയ് മൂർത്തി. സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ നിലവിലെ CAG. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കിട്ടരമണി. R വെങ്കിട്ടരമണിയാണ് ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ.
ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. തുഷാർ മേത്തയാണ് ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവി. പി സതീദേവിയാണ് നിലവിലെ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. നിലവിലെ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് നിലവിലെ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ. വി ഹരിനായരാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ എൻ ഹരിലാൽ. കെ എൻ ഹരിലാലാണ് 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ആന്റോണിയോ ഗുട്ടറസ്. ആന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ? അജയ് ബംഗ. അജയ് ബംഗയാണ് ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ? റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടിയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. 2026 ജനുവരി 7 അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്? മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിലാണ് 2026 ജനുവരി 7 അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ. 2026 ജനുവരിയിൽ ലോക് ഭവനിൽ അനാച്ഛാദനം ചെയ്തത് ആരുടെ ചിത്രമാണ്? അംബേദ്കർ. അംബേദ്കറുടെ ചിത്രമാണ് 2026 ജനുവരിയിൽ ലോക് ഭവനിൽ അനാച്ഛാദനം ചെയ്തത്. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി? ഇന്ത്യ. ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ് 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. 2026 21ാമത് G20 ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയാണ്? മിയാമി. അമേരിക്കയിലെ മിയാമിയിലാണ് 2026 21ാമത് G20 ഉച്ചകോടിക്ക് വേദിയാവുന്നത്. 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയാണ്? ഫ്രാൻസ്. ഫ്രാൻസിലാണ് 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാവുന്നത്. 2025 47ാമത് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായത്? ക്വാലാലംപൂർ. മലേഷ്യയിലെ ക്വാലാലംപൂരിലാണ് 2025 47ാമത് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായത്. 2026 നടക്കുന്ന ഫിഫ ലോകകപ്പിന്റെ വേദി? അമേരിക്ക, മെക്സിക്കോ, കാനഡ. അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലും വെച്ചാണ് 2026 നടക്കുന്ന ഫിഫ ലോകകപ്പിന്റെ വേദികൾ. 2026 നടക്കുന്ന ഫിഫ ലോകകപ്പിനുള്ള പന്ത്? ട്രിയോണ്ട. ട്രിയോണ്ടയാണ് 2026 നടക്കുന്ന ഫിഫ ലോകകപ്പിന്റെ പന്ത്. 2026 20ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്നത്? ഐച്ചി നാഗോയ. ജപ്പാനിലെ ഐച്ചി നാഗോയാണ് 2026 20ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്നത്. 2028 സമ്മർ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്. ലോസ് ഏഞ്ചൽസിലാണ് 2028 സമ്മർ ഒളിമ്പിക്സിന്റെ വേദി. 2032 സമ്മർ ഒളിമ്പിക്സിന് വേദിയാവുന്നത് എവിടെയാണ്? ബ്രിസ്ബേൺ. അമേരിക്കയിലെ ബ്രിസ്ബേണിലാണ് 2032 സമ്മർ ഒളിമ്പിക്സിന് വേദിയാവുന്നത്. 2030 നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? അഹമ്മദാബാദ്. അഹമ്മദാബാദാണ് 2030 നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ? PT ഉഷ. PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? ക്രിസ്റ്റി കോവൻട്രി. ക്രിസ്റ്റി കോവൻട്രിയാണ് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷ. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? തലശ്ശേരി. തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. IT വിജ്ഞാനാധിഷ്ഠിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം വീടിനടുത്ത് ലോകോത്തര നിലവാരത്തിലുള്ള തൊഴിലിടങ്ങൾ ഒരുക്കുന്ന പദ്ധതി ഏത്? വർക്ക് നിയർ ഹോം പദ്ധതി. വർക്ക് നിയർ ഹോം പദ്ധതിയാണ് IT വിജ്ഞാനാധിഷ്ഠിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം വീടിനടുത്ത് ലോകോത്തര നിലവാരത്തിലുള്ള തൊഴിലിടങ്ങൾ ഒരുക്കുന്ന പദ്ധതി. വർക്ക് നിയർ ഹോം പദ്ധതിയുടെ ആദ്യ കേന്ദ്രം? കമ്മ്യൂൺ. കൊട്ടാരക്കരയിലെ
കമ്മ്യൂണാണ് വർക്ക് നിയർ ഹോം പദ്ധതിയുടെ ആദ്യ കേന്ദ്രം. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്കാണ് ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷി സങ്കേതം. എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ആനയറ. ആനയറയിലാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം 2025. 2025 അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? കോഴിക്കോട്. കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക ഹെലികോപ്റ്റർ ആംബുലൻസ് സേവനം സഞ്ജീവനി ആരംഭിച്ച സംസ്ഥാനം? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക ഹെലികോപ്റ്റർ ആംബുലൻസ് സേവനം സഞ്ജീവനി ആരംഭിച്ച സംസ്ഥാനം. തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി? സി ജോസഫ് വിജയ്. സി ജോസഫ് വിജയാണ് തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി. തമിഴ്നാടിന്റെ പുതിയ ഗവർണർ? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് തമിഴ്നാടിന്റെ പുതിയ ഗവർണർ. 2026 ഫെബ്രുവരിയിൽ വാട്സപ്പിന് സമ്പൂർണ്ണ വിലക്കേർപ്പെടുത്തിയ രാജ്യം ഏതാണ്? റഷ്യ. റഷ്യയാണ് 2026 ഫെബ്രുവരിയിൽ വാട്സപ്പിന് സമ്പൂർണ്ണ വിലക്കേർപ്പെടുത്തിയ രാജ്യം. 2025 മെയ് മാസത്തിൽ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെയും അധീന കാശ്മീരിലെയും ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ അതിർത്തി കടന്നുള്ള അതിശക്തമായ സൈനിക നടപടി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ ആണ് 2025 മെയ് മാസത്തിൽ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെയും അധീന കാശ്മീരിലെയും ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ അതിർത്തി കടന്നുള്ള അതിശക്തമായ സൈനിക നടപടി അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പേര് നിർദ്ദേശിച്ചത് ആരാണ്? നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് പേര് നിർദ്ദേശിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയെക്കുറിച്ച് ഇന്ത്യയുടെ ഔദ്യോഗിക മാധ്യമ വിശദീകരണം നൽകിയ പ്രധാന വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരെല്ലാമാണ്? കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയെക്കുറിച്ച് ഇന്ത്യയുടെ ഔദ്യോഗിക മാധ്യമ വിശദീകരണം നൽകിയ പ്രധാന വനിതാ സൈനിക ഉദ്യോഗസ്ഥർ. ഇന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് തുറമുഖം? വിഴിഞ്ഞം. വിഴിഞ്ഞമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2025 മെയ് 2. 2025 മെയ് 2 വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഗുജറാത്താണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ മൂന്നാമത്തെ സംസ്ഥാനം ഏതാണ്? അസം. അസമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ മൂന്നാമത്തെ സംസ്ഥാനം. റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂളുകൾക്ക് പ്രവൃത്തി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂളുകൾക്ക് പ്രവൃത്തി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി ആര്? ജെ ജയശ്രീ. ജെ ജയശ്രീയാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി. സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരെല്ലാമാണ്? ട്രാൻസ്ജെൻഡർ. ട്രാൻസ്ജെൻഡേഴ്സാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി ഏത്? കെ സ്മാർട്ട്. കെ സ്മാർട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ കൃത്രിമ പല്ലിന് ധനസഹായം നൽകുന്ന വയോജന സംരക്ഷണ പദ്ധതി ഏതാണ്?
മന്ദഹാസം പദ്ധതിയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ കൃത്രിമ പല്ലിന് ധനസഹായം നൽകുന്ന വയോജന സംരക്ഷണ പദ്ധതി. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം. മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യം. ഓപ്പറേഷൻ ബ്രഹ്മയാണ്. മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യം. ആഗോള വിപണിയിലെത്തുന്ന കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യവിഭവ ബ്രാൻഡ്. കെ ഇനമാണ്. ആഗോള വിപണിയിലെത്തുന്ന കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ വിഭവ ബ്രാൻഡ്. മദ്യം ഉപയോഗിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി 18 വയസ്സിൽ നിന്ന് 21 വയസ്സാക്കി ഉയർത്താൻ തീരുമാനിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. മദ്യം ഉപയോഗിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി 18 വയസ്സിൽ നിന്ന് 21 വയസ്സാക്കി ഉയർത്താൻ തീരുമാനിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. സ്കൂളുകളിലും മദ്രസകളിലും വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം. പശ്ചിമ ബംഗാളാണ്. സ്കൂളുകളിലും മദ്രസകളിലും വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം. എവറസ്റ്റ് കീഴടക്കിയ 3ാമത്തെ മലയാളി വനിത ആര്? സുഹറ സിറാജ് ആണ് എവറസ്റ്റ് കീഴടക്കിയ 3ാമത്തെ മലയാളി വനിത. ഏത് രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് 2026 മെയ് മാസം ഡൽഹിയിൽ നടത്താനിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചത്? എബോള വൈറസിന്റെ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് 2026 മെയ് മാസം ഡൽഹിയിൽ നടത്താനിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചത്. ISROയുടെ 3ാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23 ISROയുടെ 3ാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത്. ഇന്ത്യയുടെ 58ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ്. ഇന്ത്യയുടെ 58ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. മധ്യപ്രദേശാണ്. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ ഗ്രാമമായ മൊതേര ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ ഗ്രാമമായ മൊതേര സ്ഥിതി ചെയ്യുന്നത്. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോം. കേരള സഫാരിയാണ് കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോം. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഏത്? കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നാണ്? 2025 നവംബർ 1. 2025 നവംബർ 1 ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? ശാസ്താംപാറയിലാണ് സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്. നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉഷസാണ്. നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട ജില്ലകൾ ഏതൊക്കെയാണ്? കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് എന്നീ ജില്ലകളാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ കേരളത്തിൽ നിന്നുൾപ്പെട്ട ജില്ലകൾ. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ. കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത്? ജീവനമാണ് കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം. പാമ്പൻ പാലമാണ് രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? കേരളമാണ്
ഇന്ത്യയിലാദ്യമായി സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച സംസ്ഥാനം. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഒഡീഷ. ഒഡീഷയാണ് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ പൂർണ്ണ ജൈവ സംസ്ഥാനം ഏതാണ്? സിക്കിം. സിക്കിമാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനം. ആഗോള സാമ്പത്തിക സഹകരണ ഫോറത്തിൽ പ്രഥമ ഉച്ചകോടിക്ക് വേദിയാവുന്ന ഇന്ത്യൻ നഗരം? മുംബൈ. മുംബൈയാണ് ആഗോള സാമ്പത്തിക സഹകരണ ഫോറത്തിന്റെ പ്രഥമ ഉച്ചകോടിക്ക് വേദിയാവുന്ന ഇന്ത്യൻ നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ ATM വാൻ അവതരിപ്പിച്ചത്? ത്രിപുര ഗ്രാമീൺ ബാങ്ക്. ത്രിപുര ഗ്രാമീൺ ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ ATM വാൻ അവതരിപ്പിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്ത്? പെരിഞ്ഞനം. തൃശൂർ ജില്ലയിലെ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്ത്. ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ആഘോഷിക്കുന്നത്? 150. വന്ദേമാതരം രചിച്ചതിന്റെ 150ാമത് വാർഷികമാണ് 2025 ആഘോഷിക്കുന്നത്. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ ആരംഭിച്ചതിന്റെ എത്രാമത് വാർഷികമാണ് 2025 ആഘോഷിച്ചത്? 100. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ ആരംഭിച്ചതിന്റെ 100ാമത് വാർഷികമാണ് 2025 ആഘോഷിച്ചത്. 2026 ബുക്കർ പ്രൈസ് ജേതാവ്? യാങ് സുവാങ് സാ. യാങ് സുവാങ് സായാണ് 2026 ബുക്കർ പ്രൈസ് ജേതാവ്. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഷിമോൺ സകാഗുച്ചി, മേരി ഇ ഫ്രാങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ. ഷിമോൺ സകാഗുച്ചി, മേരി ഇ ഫ്രാങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ എന്നിവർക്കാണ് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2025 ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, മൈക്കിൾ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനസ്. ജോൺ ക്ലാർക്കിനും മൈക്കിൾ എച്ച് ഡെവോറൈറ്റിനും ജോൺ എം മാർട്ടിൻസിനുമാണ് 2025 ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹൊവീറ്റ്. ജോയൽ മോക്കിറിനും ഫിലിപ്പ് അഗിയോണിനും പീറ്റർ ഹൊവീറ്റിനുമാണ് 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ? സുസുമോ കിറ്റഗോവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി. സുസുമോ കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി എന്നിവർക്കാണ് 2025 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം? വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടി. വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടിയാണ് 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ? വീയപുരം ചുണ്ടൻ. വീയപുരം ചുണ്ടനാണ് 2025 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ. 2026 ICC പുരുഷ T20 വേൾഡ് കപ്പ് കിരീട ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ് 2026 ICC പുരുഷ T20 വേൾഡ് കപ്പ് കിരീട ജേതാക്കൾ. ഇന്ത്യ ICC പുരുഷ T20 വേൾഡ് കപ്പ് സ്വന്തമാക്കിയ വർഷങ്ങൾ ഏതെല്ലാമാണ്? 2007, 2024, 2026. 2027 2024 2026 ഇന്ത്യ ICC പുരുഷ T20 വേൾഡ് കപ്പ് സ്വന്തമാക്കിയത്. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി? ആർ വൈരമുത്തു ആണ് 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി. കേരളത്തിന്റെ നിലവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയാണ് കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി? കെ മുരളീധരനാണ് കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി. കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? കെ എം ഷാജിയാണ് കേരളത്തിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. കേരള ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? സി പി ജോണാണ് കേരളത്തിലെ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്?
എം ലിജു ആണ് കേരള എക്സൈസ് വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുൽ ഗഫൂർ ആണ് കേരളത്തിലെ നിലവിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ്? പി കെ ബഷീർ ആണ് കേരളത്തിലെ നിലവിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? കെ എ തുളസിയാണ് കേരളത്തിലെ നിലവിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി. കേരളത്തിന്റെ നിലവിലെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഒ ജെ ജനീഷ് ആണ് കേരളത്തിന്റെ നിലവിലെ കായിക വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? എൻ ഷംസുദ്ദീൻ ആണ് കേരളത്തിലെ നിലവിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? റോജി എം ജോൺ ആണ് കേരളത്തിലെ നിലവിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. കേരളത്തിന്റെ നിലവിലെ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ആരാണ്? ബിന്ദു കൃഷ്ണയാണ് കേരളത്തിന്റെ നിലവിലെ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? മോൻസ് ജോസഫ് ആണ് കേരളത്തിലെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? പി സി വിഷ്ണുനാഥ് ആണ് കേരളത്തിലെ നിലവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആരാണ്? ഉസ്മാൻ ഡെംബാലെയാണ് 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അംഗൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയോജക മണ്ഡലം ഏത്? ചിറ്റൂരാണ് 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അംഗൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയോജക മണ്ഡലം. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? തന്തപ്പേരാണ് 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടിയത് ആരാണ്? അഖിൽ പി ധർമ്മജനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത്. 2026-27 കേരള സംസ്ഥാന ബഡ്ജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പിലാക്കിയത്? കുടുംബശ്രീ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾക്ക് ADS-നാണ് 2026-27 കേരള സംസ്ഥാന ബഡ്ജറ്റ് 2025 നവംബർ മുതൽ പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പിലാക്കിയത്. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻ സെക്രട്ടറിയായി നിയമിച്ചത് ആരെയാണ്? പീയൂഷ് ഗോയലിനെയാണ് 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻ സെക്രട്ടറിയായി നിയമിച്ചത്. 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണിയാണ് 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി. കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ബ്രഹ്മപുരത്താണ് കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത്. കേരളത്തിലെ മരണാനന്തരമുള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച പുതിയ പദ്ധതി ഏതാണ്? കേസോട്ടോയാണ് കേരളത്തിലെ മരണാനന്തരമുള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച പുതിയ പദ്ധതി. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? ആർദ്രം പദ്ധതിയാണ് ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതിയുള്ള മണ്ഡലം വാമനപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതിയുള്ള മണ്ഡലം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പുതുതായി ഇടം പിടിച്ച ഇന്ത്യൻ ഉത്സവം ഏതാണ്? ദീപാവലിയാണ്
യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പുതുതായി ഇടം പിടിച്ച ഇന്ത്യൻ ഉത്സവം. യുനെസ്കോയുടെ ലോക പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ പ്രദേശം ഏതാണ്? വർക്കല കുന്നുകൾ. വർക്കല കുന്നുകളാണ് യുനെസ്കോയുടെ ലോക പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ പ്രദേശം. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം നേടിയ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാം? ഭഗവത്ഗീത, നാട്യശാസ്ത്രം. ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം നേടിയ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ. 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയതാര്? സർവീസസ് ആണ് 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയത്. 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ ജമ്മു ആൻഡ് കാശ്മീരാണ് 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സെക്രട്ടറി എസ് രാജീവ് കുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സെക്രട്ടറി. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? വി സുനിൽകുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലത്തെ അധ്യക്ഷൻ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഇനി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സേവാ തീർത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഇനി മുതൽ അറിയപ്പെടുന്ന പേര്. ഇന്ത്യയിലെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര് എന്താണ്? ലോക് ഭവൻ എന്നാണ് ഇന്ത്യയിലെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര്. കേരളത്തിൽ നിന്നാദ്യമായി റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മുഹമ്മദ് ഫർഹാനാണ് കേരളത്തിൽ നിന്നാദ്യമായി റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത്. ഒറ്റക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? സല്ലാപമാണ് ഒറ്റക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി. നേർവഴിയാണ് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി. കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാൻസർ ബോധവൽക്കരണമാണ് കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്.